പ്രിയ കൂട്ടുകാരെ, പ്രകൃതി ശക്തികളെയാണ് മനുഷ്യൻ ആദ്യം ആരാധിച്ചിരുന്നത് എന്ന് എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എങ്കിലും അതിനെനിക്കൊരു തർക്കമൊന്നുമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ചിന്തയിലുള്ളത്, മനുഷ്യൻ ആദ്യം ആരാധിച്ചിരുന്നത് അവൻ ആഹാരത്തിന് വേണ്ടി തേടിയിരുന്ന, ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അവനാദ്യമായി വേട്ടയാടലാണല്ലോ അവൻ്റെ ജോലി. ആഹാരത്തിന് വേണ്ടിയാണല്ലോ എല്ലാവരും ജോലി ചെയ്യുന്നതും. ആദ്യമായി അവൻ ജോലി ചെയ്തത് ആഹാരത്തിന് വേണ്ടിയാണ് ആദ്യമ മനുഷ്യൻ. അപ്പോൾ ആ ജോലിക്ക് ഉപയോഗപ്രദമായ കല്ലും തടിയൊക്കെ അവന് ഒരു വലിയ ശക്തിയായി തോന്നി, ഒരു ദൈവം. കാരണം ആ കല്ലിൻ്റെ ഇടി കൊണ്ടോ അല്ലെങ്കിൽ ഏറ് കൊണ്ടോ ആ മൃഗം വീണു ചത്തു, ആ കമ്പിൻ്റെ അടിയേറ്റ് ചത്തു. അപ്പോൾ അവന് ആദ്യമായി എടുത്തു വെച്ച് ആരാധിച്ചിരുന്നത് ഇവയൊക്കെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിന് ശേഷം മനുഷ്യൻ കൂട്ടമായി തുടങ്ങിയതോടുകൂടി തന്നെ പല മാറ്റങ്ങളും പല ദൈവങ്ങളൊക്കെ വന്നു. ആദ്യത്തെ അവൻ്റെ ദൈവം അവൻ്റെ ആഹാരത്തിന് വേണ്ടി ഉപയോഗിച്ച ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ആയുധം, അതന്ന് കല്ല് കൊണ്ടിടിക്കുകയോ എറിയോ വടിയോ മരക്കഷ്ണങ്ങളൊക്കെ, അതാണ് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഒരു ദൈവം, അവൻ ആരാധിച്ചിരുന്ന ദൈവം. അതിനുശേഷം അതേപോലുള്ളത് കാറ്റും മഴയും അങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കും അവന് വീണ്ടും പുതിയ പുതിയ ദൈവങ്ങളെ ഉണ്ടാക്കി വെച്ച്, അതിന് പ്രതീകമായി ഉണ്ടാക്കി വെച്ച് ആരാധിച്ചതായിട്ടും കാണുന്നുണ്ട്. അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്, അതിലെനിക്ക് തർക്കമൊന്നുമില്ല. പിന്നീട് വന്ന മാറ്റങ്ങൾ മനുഷ്യന് പുതിയ പുതിയ ഇതിലേക്ക് മാറ്റങ്ങൾ വരികയാണ്. അവൻ്റെ കാലപ്പഴക്കവും അറിവും വർദ്ധിക്കുന്നതിനനുസരിച്ച് അവൻ്റെ ദൈവങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൈവങ്ങളെ അവൻ ഓരോ സ്ഥലത്തും പുതിയ പുതിയ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്നതും പുതിയ പുതിയ ദൈവങ്ങളാണ്. പഴയ ദൈവങ്ങളൊക്കെ പക്ഷെ സ്വഭാവം കൊണ്ടെല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാ അന്നത്തെയും ഇന്നത്തെയും. അതേ ബൈബിളിൽ നിന്ന് ഞാനൊരു അവിശ്വാസിയും വിശ്വാസി എന്നുള്ളൊരു കമൻറ്റിന് ഒരു മറുപടി എന്നോണം എഴുതിയെന്നേ ഉള്ളൂ. അല്ലാതെ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതിന് മുഴുവൻ നമ്മളിപ്പോൾ ഈ തുടക്കത്തിൽ മനുഷ്യൻ്റെ ആദിമ മനുഷ്യനെക്കുറിച്ച് തൊട്ട് ഇങ്ങനെ വിമർശിച്ച് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു ബൈബിളായി പോയും ചിലപ്പോൾ ഞാൻ അന്നേരത്തേക്ക് അത് എഴുതി തീർക്കുമ്പോഴേക്കോ ഞാൻ ഒരു വാൽമീകിയായി പോകും, പുറ്റായി, പിന്നെ പുതിയൊരു യുഗമായി വാൽമീകിയായി പോകും. അപ്പോൾ അത്രത്തോളം എഴുതി വരുമ്പോഴേക്കുള്ള ഒരു വലിയ പേജുകൾ കൊണ്ട് വലിയൊരു പുസ്തകമായി പോയെന്ന് വരും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അത് ഞാനിരുന്ന് എഴുതുന്ന ആലോചിച്ച് എഴുതി വെക്കുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ഒരു പുറ്റായി തീരും. പുറ്റിൽ നിന്ന് പിന്നെ തട്ടി വിടർത്തുമ്പോൾ വാൽമീകിയായി മാറും. ഓക്കെ, സന്തോഷമുണ്ട്, നല്ല വിമർശനമാണ്.